ഹായ്, എല്ലാവർക്കും നമസ്കാരം. മല്ലു സീരിയൽ റിവ്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വേദ വിക്രമിനുള്ള ഫുഡും കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, വിക്രമാദിത്യ ഗുണ്ടേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളിച്ചു. എണീറ്റ് നോക്കിയപ്പോൾ അപ്പോൾ പറയുന്നുണ്ട്, അതെ, ഓരോരുത്തർക്ക് അർഹിക്കണ പേര് നോക്കിയിട്ട് അഭിസംബോധന ചെയ്യണമെന്ന് അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അത് ശരി, അർഹത ഇല്ലാത്തടത്ത് കയറിയിരിക്കരുതെന്ന് നിന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് തെറ്റി. അർഹതയില്ലാത്തവരെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവരെ അവരിയ്ക്കുന്നിടത്ത് പോയൊരു പാഠം പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറേ നാളായാലും പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ ചോദിക്കുന്നുണ്ട്. എവിടെ അതിന് തീരാൻ, അതിന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങളെ ഞാൻ പെടാപ്പാട് പഠിപ്പിക്കും എന്ന് പറയുന്നത്. നിങ്ങളെ മൂക്കുകൊണ്ട് ഞാൻ എണ്ണ എന്നൊക്കെ വരപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദ. എന്നിട്ട് തൽക്കാലം എനിട്ടിട്ടേ ഈ ചോറെടുത്ത് കൂട്ടാനൊഴിച്ച് കുഴച്ചിട്ട് അങ്ങോട്ട് വാരി വിഴുങ്ങുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കഴിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ദേഷ്യം വന്നു. വിക്രം പറഞ്ഞു, അത് ശരി, നിൻ്റെ വർത്താനം കേട്ട് തോന്നി ഞാൻ നിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിലെ അടുക്കളയിൽ ചോറുണ്ണാൻ വേണ്ടിയിട്ട് എനിക്ക് നിൻ്റെ ഔദാര്യമൊന്നും വേണ്ടടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കണ്ടേ, എന്നിട്ട് എൻ്റെ എല്ലാവരും ഇരിക്കുമ്പോൾ ഒന്ന് കഴിക്കാൻ പറ്റാത്ത ഈ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. വിക്രം ഒന്നും മിണ്ടണില്ലേ. എന്നിട്ട് വേദ പറയുന്നുണ്ട്, അതെ, നിങ്ങളെ ഊട്ടാനുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല, നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു, നിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് അത് തന്നെയായിരുന്നല്ലോ, ഫസ്റ്റ് അജണ്ട, അതായത് അമ്മേനെ എന്നെയും കൂടി അകറ്റുക എന്നുള്ളത്. ഞാൻ എന്തിന് നിങ്ങളുടെ അമ്മേനെ നിങ്ങളെയും തമ്മിൽ അകറ്റണം ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. അമ്മ ഞാൻ വരുന്നത് അതുവരേക്ക് അമ്മ കാത്തിരുന്നായിരുന്നു എന്നെ, നീ വന്നപ്പോൾ അത് നിർത്തി. അപ്പോൾ അമ്മയുടെ പ്രസൻസ് ഇല്ലാണ്ടാക്കി എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഒക്കെ നീ കെടുത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്താഴപ്പണി കിടക്കണ്ടെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊടുന്നത്, ഇന്ന് ചുമന്ന് കൊടുന്ന് എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് വേദ ദേഷ്യത്തിൽ ഫുഡ് എടുത്ത് പോയിട്ടോ. ഫുഡ് എടുത്ത് പോയിട്ട് നേരെ പോയിട്ട് എന്ത് ചെയ്തു, വിക്രം അവിടെ കിടന്നു. വേദ പോയിട്ട് നേരെ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടു. അപ്പോൾ ഇതും കണ്ട് ശ്രീജേച്ചി വരുന്നുണ്ട് കേട്ടോ. ശ്രീജേച്ചി ചോറിൽ വെള്ളം ഒഴിച്ചു, വിക്രം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറിന് വേണ്ടാത്രേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വന്നാൽ എന്ത് ചെയ്യും, വെള്ളത്തിന് ഊറ്റി നിന്നോട്ടെ എന്നും പറഞ്ഞിട്ട് വേദ അതൊക്കെ ചേച്ചി പോയി കിടന്നോളൂ, ഞാൻ പോയി കിടക്കാൻ പോവാമെന്നും പറഞ്ഞിട്ട് വേദ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടിട്ട് വേദ സുഖമായിട്ട് പോയി കിടന്നു. അപ്പോൾ അവൻ വഴക്ക് പറഞ്ഞു, അവൻ ചിലപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാവും എന്നൊക്കെ പറയുന്നുണ്ട്. ദേഷ്യപ്പെട്ടല്ലേ സംസാരിക്കുള്ളൂ, പോത്ത് മുക്കരടണ പോലെയല്ലേ സംസാരിക്കുക, അങ്ങനെ സംസാരിക്കാനല്ലേ ആൾക്ക് അറിയൂ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വേഗം പോയി കിടന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രം എണീറ്റ് വന്നിട്ട് നോക്കിയപ്പോൾ വേദാളം വാതിലടച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാതിലും തള്ളി തുറന്ന് നോക്കിയപ്പോഴോ ചോറിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ദേഷ്യം എന്നിട്ട് ഓടി വന്നിട്ട് നമ്മുടെ വേദ കിടക്കണടുത്ത് വന്നിട്ട് ഇങ്ങനെ ചവിട്ടാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. വേദ അറിയാത്ത പോലെ കിടക്കുകയാണ്. ചോറിൽ വെള്ളം ഒഴിച്ചില്ലടി എന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്, വീണ്ടും പോയി കിടന്നുറങ്ങാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദ ഉറങ്ങിയിട്ടൊന്നുമില്ല, വേദ ഉറക്കം നടിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ തുറന്ന് നോക്കിയിട്ട് കണ്ണ് തുറന്ന് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും വിക്രം ഒന്ന് പട്ടിണി. കണ്ടോളൂ കേട്ടോ, രസകരമായ എപ്പിസോഡാണ് കേട്ടോ.